വെറും 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ പാർട്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു കുക്കറാണ്. അതിനകത്തോട്ട് നമ്മൾ 200 ഗ്രാമിൻ്റെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡിൻ്റെ ആ പുറത്തുള്ള കവർ പേപ്പറാണ്, അത് കീറി കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ടോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കണ അത്രയും തന്നെ വെള്ളം നമ്മൾ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് 1/2 ലിറ്റർ പാലിൻ്റെ കണക്കിലാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു വിസിലൊക്കെ വന്നതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് തുറന്ന് നോക്കാനായിട്ട്. അപ്പോൾ നല്ല ഡാർക്ക് കളറിൽ കിട്ടും. അപ്പോൾ നമുക്കിത് വെന്ത് വന്നിട്ടുണ്ട്, നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് വേണ്ടത് 1/2 ലിറ്റർ പാലിന്. അപ്പോൾ അത് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കണം. ആ അരമണിക്കൂർ നമ്മൾ ഇതാവുന്ന അത്രയും നേരം തന്നെ നമ്മൾ ആ ടോഫീൻ്റെ ആ ഒരു കുക്കറുണ്ടല്ലോ അതങ്ങനെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നല്ല കളറ് വരും. അപ്പോൾ ഇനി നമുക്കിത് അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാം. പിന്നെ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 2 അടുപ്പിൽ ഒരുമിച്ച് വേണം ചെയ്യാനും. ഒരടുപ്പിൽ പാല് വെക്കണം, മറ്റേ അടുപ്പിൽ ചൈന ഗ്രാസും വെക്കണം. അങ്ങനെ വേണം കേട്ടോ വേവിക്കാൻ. ഞാനിവിടെ ഒറ്റ അടുപ്പ് കാണിക്കുന്നുണ്ട്, അത് മാറ്റി മാറ്റി കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാൽ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു അടുപ്പിൽ ഞാൻ ചൈന ഗ്രാസ് ഫ്ലെയിം കുറച്ചിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടോഫി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് നേരം വെക്കാത്തതുകൊണ്ട് എൻ്റെ അത്ര കളറേ വന്നിട്ടുള്ളൂ. നിങ്ങളൊരു 3/4 മണിക്കൂറൊക്കെ അത് അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ കിട്ടും. അപ്പോൾ ഇനി നമ്മളിത് മുഴുവനായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രേ പണിയുള്ളൂ. ഇനി നമുക്കിത് കുറച്ചും കൂടി ടേസ്റ്റ് വരാനും കളറ് വരാനും ആയിട്ട് നമ്മൾ ഒന്ന് കാരമൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ചെയ്യാം. ഈ പാല് വേറൊരു അടുപ്പിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകിക്കോട്ടെ. ആ സമയം കൊണ്ട് നമ്മളിത് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പാനിൽ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും, കുറേ സമയമൊന്നും വേണ്ട. പിന്നെ ഒരുപാട് ഡാർക്കാൻ വെയിറ്റ് ചെയ്യരുത്, അപ്പോൾ കയ്പ്പ് ചുവയുണ്ടാവും. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മൾ ആ ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അതിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാലിനകത്ത് ഇത് ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്താൽ ആ കട്ടയൊക്കെ പോയിട്ട് നല്ല കളറൊക്കെ ഇളകി നല്ലൊരു ഫ്ലേവറൊക്കെ വന്നോളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഒരടുപ്പിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ ഇനി കുറേ നേരം വെക്കണ്ട, ലോ ഫ്ലെയിമിൽ വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്കിത് ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ട്രേക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ വന്നിട്ടില്ല പതയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. സെറ്റായി വരുമ്പോൾ അത് അങ്ങനെയേ ഉണ്ടാവും. അപ്പോൾ അതൊരു ഭംഗിക്കുറവ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ പതം ഞാനിങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറോളം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് നല്ല തണുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ആ മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു രുചിയാണ് ഉണ്ടാവുക ഇതിന്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. പാർട്ടിയിലൊക്കെ ധൈര്യമായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.